മുനമ്പം മിനി ഫിഷിംഗ് ഹാർബറിൽ അമോണിയ ചോർച്ചയുണ്ടായിരിക്കുന്നു. ഐസ് പ്ലാന്റിലാണ് അമോണിയ ചോർച്ചയുണ്ടായത്. സമീപത്തെ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിയിരിക്കുകയാണ്. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമായെന്ന് പോലീസ് പറയുന്നുണ്ട്. ഒരു വയോധികയെ ആശുപത്രിയിലേക്ക് മാറ്റി. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഐസ് പ്ലാന്റിലെ അമോണിയ ചോർച്ചയാണ്. മുനമ്പം മിനി ഫിഷിംഗ് ഹാർബറിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ ചോർച്ചയുണ്ടായത്? ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചോ? ഇങ്ങോട്ടേക്കാണ് ഇവരെ മാറ്റിയത്? സ്മൃതി, ഏതാണ്ട് 12:30യോടെയാണ് സംഭവം ഉണ്ടായത്. മുനമ്പം മിനി ഫിഷിംഗ് ഹാർബറിലെ ഐസ് പ്ലാന്റിലാണ്, സാവിയോ എന്ന പേരിലുള്ള ഐസ് പ്ലാന്റിലാണ് അമോണിയ ചോർച്ച ഉണ്ടായത്. ആ വാൽവിൽ ഒരു ചോർച്ചയുണ്ടായി. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന 5 തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ തൊഴിലാളികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അവരെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റി. മാത്രവുമല്ല, ഈ ഫിഷിംഗ് ഹാർബറിനോട് ചേർന്ന ഐസ് പ്ലാന്റിനോട് ചേർന്നുള്ള സമീപത്തെ വീടുകളിൽ നിന്നുള്ള ആളുകളെയും മാറ്റിയിട്ടുണ്ട്. നിലവിൽ പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ആരോഗ്യ വിദഗ്ധരും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ജലം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡൈലൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും തന്നെ ഇല്ല. പക്ഷേ സമീപ പ്രദേശത്തുണ്ടായിരുന്ന ഒരു വയോധികയെ മുൻകരുതലെന്നോണം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസും മറ്റും പറയുന്നത്. സംഭവം സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നും പറയുന്നുണ്ട്. സമീപത്തെ വീടുകളിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായും തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ലീക്ക് അനുഭവപ്പെട്ടപ്പോൾ അവിടെ ആ പ്ലാന്റിൽ ഉണ്ടായിരുന്നത് 5 തൊഴിലാളികളാണ്. അവർ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. ആ പ്ലാന്റിൽ നിന്നും മാറുകയായിരുന്നു. രൂക്ഷമായ ഗന്ധമായിരിക്കും. സ്വാഭാവികമായും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് സമീപത്തെ വീടുകളിൽ നിന്നുള്ള ആളുകളെയും മാറ്റിയിട്ടുണ്ട്. 5ഓ 6ഓ വീടുകൾ ആ പ്രദേശത്ത് ആ പ്ലാന്റിനോട് ചേർന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സമീപത്തെ ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ശരി, ആളുകളെ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.